ഹലോ, അസ്സലാമു അലൈക്കും. എടാ, അറബി എക്സാമിന് 7ാം ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് സീറത്തു ദാത്തിയ, നിങ്ങൾ ബയോഡേറ്റ എഴുതാൻ വേണ്ടി ചോദിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് എഴുതാമെന്നുള്ളതാണ് സാറ് വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. നോക്കിയല്ല നമുക്ക് സീറത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറത്തു ദാത്തിയ. ഓക്കെ, സീറത്തു ദാത്തിയ എന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്ത കാര്യം ഇതൊക്കെ എങ്ങനെയാണെന്ന് സാറ് പറഞ്ഞു കേട്ടോ. ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ? സീറത്തു ദാത്തിയ എന്ന് നിങ്ങൾ ഹെഡിങ് എഴുതണം. സീറത്തു ദാത്തിയ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹെഡിങ് എഴുതുക ആദ്യം, അല്ലേ? എന്നിട്ട് അതിനെ ഇത് ഹെഡിങ്ങിന് എന്ത് ചെയ്യണം? ഹെഡിങ്ങും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ബോക്സ് വരച്ചാൽ അത് അടിപൊളി, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളത് ശ്രദ്ധിക്കണം. സാർ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള എന്താണെന്നറിയോ? ഈ ഭാഗത്തുള്ളത് കാണാതെ പഠിക്കണ്ട. കാരണം ഇത് മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും 7ാം ക്ലാസ്സിൽ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇത് കണ്ടാൽ നിങ്ങൾ ഇതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. ഇവിടെ ഒരു വാക്കുണ്ട്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സാർ മീനിങ് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നതാണ് ഈ ഭാഗത്തുള്ളത് നമുക്ക് ശരിക്കും ഓർമ്മ വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ? ഇവിടെ ഉള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണത് പോലെ ഇവിടെ നിങ്ങൾ എഴുതണം, ഇൻക്ലൂഡിങ്. ഇപ്പോൾ ഇവിടെ പേരാണ് ചോദിക്കണം. ഒന്നാമത് നിങ്ങൾക്ക് അറബിയിൽ നിങ്ങളെ പേരറിയില്ല, അല്ലെങ്കിൽ അറബിയിൽ നിങ്ങളെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റി, ഇവിടെ എഴുതുന്നതിൻ്റെ സ്പെല്ലിങ് തെറ്റിയാലോ അത് ഫുള്ളായില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടത്തെ കൊടുക്കുന്ന ഡാറ്റൻ്റെ പിന്നെ കറക്ഷൻസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ത് ചെയ്യില്ല, അത് മൈൻഡ് ചെയ്യൂല. എന്തേ നോക്കുള്ളൂ, ഇവിടെ കൊടുത്ത ഈ ഡാറ്റ അനുസരിച്ചിട്ട് അതിവിടെ ഫില്ല് ചെയ്തിക്കണോ എന്ന്. അതായത് ഇവിടെ കൊടുത്ത ഡാറ്റ അതനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്തിക്കണോ, നിങ്ങൾ ഏത് ഡേറ്റ് മാറിയിക്കണോ, നിങ്ങൾ അഡ്രസ്സ് മാറിയിക്കണോ, നിങ്ങളെ പേര് മാറിയിക്കണോ, അതൊന്നും ഇവിടെ പേര് ഉണ്ടോ എന്ന് നോക്കുള്ളൂ. ക്ലിയറായല്ലോ? അതുകൊണ്ട് ഇവിടെ കുറിച്ച് എഴുതുന്നതിനെ കുറിച്ചിട്ടൊക്കെ സ്പെല്ലിങ് അറിയില്ല, അറബിയിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എഴുതാം, അല്ലേ? നമ്മൾ മംഗ്ലീഷ് എന്ന് പറയില്ലേ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യണത് നീ എവിടെ, NEEVIED. അപ്പോൾ അതിൽ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ നോക്കുമോ? ഇല്ല. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് അറബിയിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ഇസ്മ. നിങ്ങൾ നോട്ട് ചെയ്യുന്ന പേര് ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം, പേരാണ്, അല്ലേ? അപ്പോൾ ഇസ്മുൽ കാമിൽ എന്നുള്ള ഫുൾ നെയിമാണ്. അപ്പോൾ ഇസ്മ എന്ന് കണ്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? പേരാണ്. അപ്പോൾ അതിനെ നേരെ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ പേര് എഴുതണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾ സീറത്ത് ദാത്തിയ ഹെഡിങ് കൊടുക്കണം കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് സൊഫ്. സൊഫ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ചെയ്യണം. സൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അസൊഫ് സാബിയ എന്ന് എഴുതാം, സൊഫ് സാബിയ എന്ന് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 7ാം ക്ലാസ് ഇങ്ങനെ അക്കത്തിലിടാം, നോ പ്രോബ്ലം കേട്ടോ. ഉൻവാന്, അഡ്രസ്സ് ഇപ്പോൾ നമുക്ക് എഴുതാൻ അപ്പോൾ എല്ലാ അറബി എഴുതാൻ വേണ്ട, പറ്റുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ അഡ്രസ്സ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല, ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ വലിയ ഒരാളെ വീട്ടുപേര് വലിയ വീട്ടിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? വലിയ, അല്ലേ? വലിയ വീട്ടിൽ ഇതാ. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇത് ഇങ്ങനെ എഴുതിയില്ല, നിങ്ങൾ വേറെ എന്തോ ആണ് എഴുതിയത്. നിങ്ങൾ അഡ്രസ്സ് അന്വേഷിക്കുന്ന ആൾക്കാർ വരുമോ? ടീച്ചർമാർ വീട്ടിൽ വരുമോ? അതൊന്നുമില്ല, ഇവിടെ എഴുതിക്കണമെന്ന് നോക്കുള്ളൂ കേട്ടോ. യെസ്. ജിൻസ്, ഇത് നോക്കണുണ്ട്. ജിൻസ് എന്താണ്? ജിൻസ് പിന്നെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളേ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദക്കർ എന്നാണ് എന്ത് പറയാം? ദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ. അദ്ദക്കർ എന്ന് പറഞ്ഞാൽ മെയിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെയിലാണോ ഫീമെയിലാണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. പിന്നെ അതേപോലെ തന്നെ അൽ ഉംർ, അല്ലേ? അദ്ദക്കർ അൽ ഉൻസ അല്ലെങ്കിൽ അൽ ഉൻസ. ഉൻസ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അൽ ഉംറത്താണ്, ഏജാണ്, വയസ്സാണ്. അപ്പോൾ നിങ്ങൾ അധികം ആൾക്കാർക്കും 13 വയസ്സായാലും 14 വയസ്സായിരിക്കും. അപ്പോൾ സാറ് 13, 1, 3, 13, അല്ലേ? അപ്പോൾ അവർ അറബിയിൽ എന്ത് ചെയ്യുക? അക്കങ്ങൾ ഇട്ട് കൊടുക്കുക. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മിക്കവാറും ഇപ്പോൾ 2024 കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും? 2001 ആയിരിക്കും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലേ? 2001 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാറ് കൊടുക്കുന്നത് വെറുതെ പിന്നെ 13/10/2021 അല്ലേ? 2001 അല്ലേ വരിക? ഓക്കെ, 2001 ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കുക കേട്ടോ. ഇനി ഇസ്മുൽ മുറബി അസൊഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പേര്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. എന്താണ്? മുറബി അസൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ എന്നാണ്. ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്യട്ടോ. എന്താണ് നിങ്ങളെ ക്ലാസ് ടീച്ചറുടെ പേര്? എന്താണ്? ഫാത്തിമേ, മുഹമ്മദ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? സ്പെല്ലിങ് മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന സ്പെല്ലിങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊടുത്തതിൻ്റെ
മീനിങ് നമുക്ക് അറിയേണ്ടതുള്ളൂ. അതനുസരിച്ച് അറിയുന്നത് പോലെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇവിടുത്തെ സ്പെല്ലിങ്ങൾ തെറ്റിയാലും പിന്നെ ഗ്രാമർ തെറ്റിയാലും ഒന്നും ഇതില്ല, പ്രശ്നമില്ല കേട്ടോ. അത് എഴുതാതിരിക്കരുത്. നമുക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും എന്തായാലും എഴുതൂലേ? ഓക്കെ, റെഡി അല്ലേ? അസ്സലാമു അലൈക്കും.